ഗായ്സ്, വെൽക്കം ബാക്ക് ടു സഗുടുമ വ്ളോഗ്സ്. സഗുടുമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം അതുപോലെ തന്നെ രാവിലെ അടുക്കളത്തെ പരിപാടി എല്ലാം തീർത്തു. സത്യം പറഞ്ഞ് ഇന്നലെ അടുക്കളയിലെ പരിപാടിയെല്ലാം ഒരു 10:45 ആയപ്പോഴത്തേക്കിനും കഴിഞ്ഞ് അമ്മ കടയിലൊക്കെ പോകാനായിട്ട് നല്ല വീഡിയോ ഇട്ടത് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം വരെ ഒന്നും ചെയ്യാനില്ലാതെ അമ്മ ഇരിക്കുമായിരുന്നു. കാരണം പിന്നെ കുഞ്ഞിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, അവനൊക്കെ കുറേ നേരം ഉറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ പുറകെയുള്ള ഓട്ടോ അവൻ്റെ കൂടെ ഉള്ള ഇതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അമ്മയ്ക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്നത് അമ്മയുടെ ആരോഗ്യത്തെ ബാധിക്കും, അമ്മയ്ക്ക് മാനസികമായിട്ട് അമ്മയ്ക്കത് ഭയങ്കര പാടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇന്നും അതുപോലെ തന്നെ രാവിലെ ഞാനും അമ്മയും കൂടെ എല്ലാ പരിപാടിയും ഒതുക്കി കേശു ഉറങ്ങുന്നു. സെയിം അവസ്ഥ, ഒന്നും ചെയ്യാനില്ല, ഇന്ന് കടയിലും പോകാനില്ല. അപ്പോൾ എന്നെ എടുക്കുമെന്ന് കരുതിക്കൊണ്ടിരുന്നപ്പം അടങ്ങിയിരിക്കാൻ ഒരു തരുമ്പ് പോലും ഇഷ്ടമല്ലാത്ത എൻ്റെ അമ്മയമ്മ പറമ്പ് വൃത്തിയാക്കുവാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന പാവപ്പെട്ട എന്നതാ ചെത്തിയും റോസാക്കമ്പും എല്ലാം ഒടിച്ച് കളയുക. ഞാൻ കാണിച്ചു തരാവേ, കണ്ടോ? അച്ഛനെ കൂട്ടുപിടിക്കാൻ നോക്കി, അച്ഛൻ എങ്ങനെയോ അച്ഛൻ വഴുതി മാറി, അച്ഛൻ ഓടിപ്പോയി. അമ്മ അടങ്ങിയിരിക്കരുത് കേട്ടോ. പൊന്നു മക്കളെ, നമ്മൾക്ക് വയ്യാതെ വന്നാൽ നമ്മൾ ഇരുന്ന് പോകും. ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഇല്ല, പിന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? എനിക്കിങ്ങനെ ഇവിടെ എല്ലാം കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അങ്ങൊരു ബുദ്ധിമുട്ട്. അതൊന്നുമല്ല, വെറുതെ ഇരിക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട്. ഇഷ്ടമല്ല അങ്ങനെ വെറുതെ ഇരിക്കുന്നത്. ഇനിയിപ്പം കുഞ്ഞു പറഞ്ഞു, ഇനിയിപ്പം വീട്ടിലെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു. രാവിലെ ചോറും കറിയെല്ലാം വെച്ചു, കാപ്പിയുടെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും കഴിച്ച്. ഇന്നലെയാണ് അച്ഛൻ വരെ വന്നിട്ടുണ്ട്. ആ പരിപാടി കഴിഞ്ഞു. അച്ഛനോട് രാവിലെ പറഞ്ഞാൽ അച്ഛൻ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ ഒന്ന് വൃത്തിയാക്കാം, പറമ്പാണെങ്കിൽ ഫുള്ള് കാടായി കിടക്കുക. അച്ഛൻ ഓക്കെ പറഞ്ഞു ആദ്യം, ആ വൃത്തിയാക്കാം, കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഇപ്പൊ വരാം. അച്ഛൻ മുങ്ങി വരാന്ന് പറഞ്ഞു, വരും, വരാതിരിക്കത്തില്ല. അന്നേരത്തിന് ഞാൻ ഇവിടെ വന്ന് കഴിക്കുവാണെങ്കിൽ വെളിയിലോട്ടാവും. തേങ്ങ ഉണങ്ങി കിടപ്പുണ്ട്, തെങ്ങയില് വീണ കാണത്തില്ല, അവിടെ മുഴുവൻ കാടാ. മഴക്കാലമല്ലേ വരുന്നത്, കുറച്ചെല്ലാം ഒന്ന് തെളിച്ചിട്ടിട്ട് പിന്നെ ബാക്കി പയ്യെ തെളിക്കാം. നിങ്ങളുടെ അമ്മമാരൊക്കെ ഇങ്ങനെയാണോ? എല്ലാ പണിയും ഒതുങ്ങി കഴിഞ്ഞാലും അടങ്ങിയിരിക്കാൻ കഴിയും, എന്തെങ്കിലും ഇങ്ങനെ കുരുവരുത്തി. പകൽ ഉറങ്ങുന്നത് ഇഷ്ടമല്ല, അതെൻ്റെ നേരത്തെ തൊട്ടുള്ള ശീലം. പകൽ ഉറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. അന്നേരം നമ്മളിവിടെ എല്ലാം ഇതെല്ലാം കുറേ അങ്ങ് വളർന്നു, അതെല്ലാം കുറേ വെട്ടിക്കളയുകയാണെങ്കിലേ എന്തായാലും നമ്മളിവിടെ താമസിക്കുന്നത്തോളം നാളും ചോവിനെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത് നമ്മളിവിടെ വൃത്തിയാക്കി അങ്ങ് ഇട്ടേക്കാമെങ്കിൽ നമ്മുടെ ഇവിടെ എല്ലാം ഈ ചെടിയെല്ലാം അങ്ങ് വളർന്നു പോയി വലുതായിട്ട്. വളർന്നാൽ പൂ ഉണ്ടാകത്തില്ല, വെട്ടി വിട്ടാലേ റോസയൊക്കെ പൂ ഉണ്ടാവും. ഇതെല്ലാം ഒന്ന് വെട്ടി സൈഡെല്ലാം ഒന്ന് ഒതുക്കി എല്ലാം കഴിയുമ്പോൾ നിങ്ങളെ അങ്ങ് കാണിക്കാം. അന്നേരം പറയണം അമ്മ ചെയ്തൊക്കെ വൃത്തിയായിട്ടുണ്ടോ. പിന്നെ താഴ്വശത്തോട്ട് ഇറങ്ങുമ്പോൾ താഴ്വശവും ഞാൻ കാണിച്ചു തരാം. താഴ്വശം നാളെ എന്നെ എടുക്കും. ഇനി നാളെ നമുക്ക് കല്യാണം ഇല്ലേ? നാളെ ഇപ്പം ഒരു കല്യാണമുണ്ട്. അത് നാളെ രാവിലെ ഒരു 11 മണിക്ക് കല്യാണത്തിന് പോയി അങ്ങനെ നമ്മൾ 2 മണി അതിൽ വരും. പിന്നെ നാളെ ഞായറാഴ്ചയല്ലേ, അയൽക്കൂട്ടം കുടുംബശ്രീ അങ്ങനെ നാളത്തെ ദിവസം അങ്ങനെ. പിന്നെ തിങ്കളാഴ്ച എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവും ഓരോ ദിവസം. എന്തെങ്കിലുമൊക്കെ തിങ്കളാഴ്ച ചെയ്യാം, എന്തെങ്കിലുമൊക്കെ പരിപാടി വേണമല്ലോ. അത് സമയം ഞാൻ തന്നെ ഉള്ളൂ. ദേവ് ജോലിക്ക് പോവാണെങ്കിൽ എനിക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല, കുഞ്ഞിൻ്റെ അടുത്തിരിക്കണം. ഇതിപ്പം കുഞ്ഞു ഉണർന്നാൽ ദേവ് കൊണ്ടൊന്ന് നോക്കാമെന്നൊരു ധൈര്യമുണ്ട് എനിക്ക്. ആ ധൈര്യം കൊണ്ടാണ് ഞാൻ ഇറങ്ങി എല്ലാം അങ്ങ് ചെയ്യുന്നത്. എന്നാൽ തൊഴിലുറപ്പിന് പോയാലും നമ്മളിതുപോലെ പണിയുമല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിലെ പണി കുറച്ച് ദിവസമായി. ഞാൻ പറഞ്ഞില്ല, ഒരു അത്ര കുഞ്ഞിനെ നോക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ദേവ് ജോലിക്ക് പോകാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ മുറ്റത്തൊന്നും വലിയായിട്ട് പുല്ല് പറിക്കാൻ ഇറങ്ങിയിട്ടില്ല. സമയം കിട്ടത്തില്ല. ആകെ ഒരു ഞായറാഴ്ച ഇട്ട് വന്ന് എനിക്ക് പല പല കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പിന്നെ ഇന്ന് അങ്ങ് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു. രണ്ടും കൽപ്പിച്ച് ഇന്ന് ഇറങ്ങിയേക്കുവാണേ. അതുകൊണ്ട് നിങ്ങളും എല്ലാവരും പെട്ടെന്ന് മഴയ്ക്ക് മുന്നേ എല്ലാവരും വൃത്തിയാക്കി എടുത്തിട്ടോ. നിങ്ങളൊക്കെ നിങ്ങളുടെ പരിസരം മഴക്കാലം അനുബന്ധിച്ച് വൃത്തിയാക്കിയോ? പിന്നെ ഇപ്പം ഈ പാമ്പിൻ്റെ പ്രശ്നം അതും ഇതും ഉള്ളത് കൊണ്ടൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ഞങ്ങളുടെ അവിടെ. അതെ, ഇവിടെ ഇതുവരെ ഒന്നിനെയും കണ്ടില്ല. ഇല്ല, അങ്ങനെയുള്ളടമല്ല നമ്മുടെ ഇവിടെ, അല്ലേ അമ്മേ? കൂടിപ്പോയാൽ ഒരു ചേരയൊക്കെ ഉള്ളൂ. ഇല്ല. എവിടെ? താഴെയോ? ആ, എന്നാ സൂക്ഷിക്കാം. മൊത്തം അങ്ങ് വൃത്തിയാക്കി. നനവ് പടർന്ന് കിടക്കുമ്പോഴാണ് ഇതുങ്ങൾക്ക് വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരുന്നത്. അപ്പം അത് നമ്മൾ ഒഴിവാക്കി ഇടുവാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് നല്ലതല്ലേ. അപ്പം ഞങ്ങളുടെ പണി ശോഭിക്കുവാണ്. ഞാനും ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങും, ഇവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കി സെറ്റാക്കണം. അഭിച്ചൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അല്ലേ, അവൻ മുഴുവനും അവനിവിടെ എല്ലാം വൃത്തിയാക്കി അവൻ സെറ്റാക്കും അവിടെ. എന്നിട്ട് അവൻ പറഞ്ഞിട്ട് പോകും, അടുത്ത തവണ ഞാൻ വരുമ്പം ഇതിങ്ങനെ തന്നെ കിടക്കണമെന്ന്. എവിടെ അവൻ വരുമ്പോൾ വീണ്ടും സെയിം, വീണ്ടും അവൻ കുറേ ചീത്ത പറയും, അവൻ തന്നെ വൃത്തിയാക്കും.
അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനാരും ഒന്നും പറഞ്ഞേക്കല്ലേ, 2 പെണ്ണുങ്ങളുണ്ടായിട്ടെന്ന്. അതെ, സാഹചര്യങ്ങളും കൂടെ നമ്മളെ സമ്മതിച്ചാലല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളൂ. അതെ, വലിയ വൃത്തികേടൊന്നുമില്ല. ഇപ്പം ഈ മഴക്കാലം വന്നപ്പോഴാ, ഉണക്കിൻ്റെ സമയത്തൊന്നും ഇത്രയും വളർന്നിട്ടില്ല. അതെ, ചെടികൾ വളരും തോറും വെട്ടും. അതെ, പുല്ല് വെട്ടുന്ന മെഷീനോ? അതെ, ഹാൻഡ് മെയ്ഡ് മെഷീൻ. മറ്റേ പണ്ട് പറയുമായിരുന്നു ഞങ്ങളിന്ന് നടരാജനാണ് നടന്നു പോകുന്നതിന്. അതെ, ഇപ്പോൾ വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് കാണിക്കാം. വർഷങ്ങളായി പൂക്കൾ തന്നുകൊണ്ടിരുന്ന ചെത്തി കമ്പനിയാണ് ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ വെട്ടിക്കളയാണ് ഗൈസ്. ഒരു രസമില്ല. ആ കാന്താരിയിലുണ്ടാകുന്ന കാന്താരിമുളക് പോലും പറിക്കാൻ പറ്റില്ല, ചെത്തി കാരണം. കൂട്ടി കെട്ടി വെച്ചാ പോരായിരുന്നു. അങ്ങനെ കെട്ടി ശരിയാത്തില്ല, പൊട്ടി തീർത്താൽ മതി. പൊട്ടി കിളുത്തേക്കണേടാ. ആ വെട്ടിയാ ഞാൻ കുറച്ച് കമ്പ് കുഴിച്ച് വെച്ചാൽ അത് കിളുക്കും. പിന്നാണോ എത്ര പ്രാവശ്യം വെട്ടിയതാ, എന്നിട്ടും തിന്നാൻ കിളിത്ത് വന്നാൽ അങ്ങ് മേലോട്ട് പോയാൽ പിന്നെ ഒരു പൂ പറിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കേശുവിന് പൂ പറിക്കണ്ടേ? അതെ, ഉറങ്ങും അല്ല, ഇപ്പം കാണായിരുന്നു കളി. ഇതെല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് കാണിക്കാം. നനച്ചിട്ട് അതെ, കണ്ടില്ലേ? അതിൻ്റെ പരിപാടിയെല്ലാം രാവിലെ ഞങ്ങൾ കഴിഞ്ഞു. അതെ, പെട്ടെന്ന് കിട്ടുന്നു. ഉണക്കി ഇടുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് പെറുക്കാനുള്ള അവസ്ഥയാവും. ഇച്ചിരി വെയിലൊക്കെ സൂര്യൻ തരുന്നുണ്ട്. ചക്ക കിടക്കുന്നുണ്ടോ കൈ? അമ്മായിയുടെ പ്ലാവേൽ ചക്ക കിടക്കുന്നുണ്ടോ? പറിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇവിടെ എല്ലാം ചക്കയാണ്, അതും ചക്കയാണ്, കാണുന്നതും ചക്കയാണ്. ഫുൾ ചക്കമയമാണ് പ്ലാവൊക്കെ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ, വലിച്ചിട്ട് വരുന്നില്ല ഗൈസ്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് താഴോട്ടിറങ്ങും നമുക്ക് കാണിക്കാം കേട്ടോ. ഇവിടുത്തെ പരിപാടിയെല്ലാം എന്തേ ഏകദേശമൊക്കെ ഒതുക്കി. ഞാനാണെങ്കിൽ ബാക്കി തുണിയെടുത്ത് അകത്തോട്ട് വിരിച്ചിട്ടിട്ട് ബാക്കി ഏട്ടപ്പൂൻ്റെ കുറച്ച് മുണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വേണ്ട ഷർട്ടും ഉണ്ടായിരുന്നു, അതെല്ലാം വേറെ രണ്ടാമത് അലക്കിയിട്ടു. അപ്പം അച്ഛൻ വന്നിട്ടുണ്ട്, അമ്മയും കാണുന്നില്ല. രണ്ടുപേരും ഇവിടെ വൃത്തിയാക്കുമായിരുന്നു. കണ്ടോ, അച്ഛനും വന്നല്ലേ അമ്മ? മോയ് ചോ അവിടെ കിടന്ന് ഒരാഴ്ച മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് അച്ഛൻ ഇവിടെ വന്നിട്ട് സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേ? ഞാൻ ഒരാഴ്ച 2 ആഴ്ച നമ്മളിവിടെ ഇച്ചിരി വൃത്തിയാക്കി ഇടാണ്ട് അച്ഛനോടുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമില്ല ഇറങ്ങാൻ. തന്നെയാകുമ്പോൾ ഇറങ്ങാൻ ഒരു പേടി. അതിനച്ഛനെ കൂടെ വിളിച്ച് അതിനച്ഛൻ എന്നെ അച്ഛന് വൈകിട്ട് ഞാൻ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഇന്നത്തെ പണിയുടെ പൈസ അമ്മ കൊടുക്കണമെന്ന്. എന്റെ സ്വന്തം കാശ് തന്നെയാണ് അത്. അച്ഛൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് അച്ഛൻ പണി എന്ന് പറഞ്ഞ പൈസ തിരിച്ചു പിടിച്ചു. ഭാര്യയും ഭർത്താവും കൂടെ പുല്ല് പറിച്ച അവസാനം അടിയാകുമെന്ന് തോന്നുന്നു. കാന്താരി പഴുത്തു നിൽക്കുന്നു ഗൈസ്. ഇതൊന്നും കാണുന്നില്ല. ഭാര്യയും ഭർത്താവും കൂടെ വാശിക്കാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ചിറ്റയും പൊന്നിനും കൂടെ വന്നിട്ടുണ്ട്, നമുക്ക് അവരെയും കൂടെ ഒന്ന് കാണാം. മഴക്കാലമായ ഏറ്റവും ക്ഷാമമുള്ള സാധനം വിറക്. കുറച്ചിരുന്നതെല്ലാം എൻ്റെ അടുത്ത് വെയിലത്തൊട്ട് ഇപ്പോൾ വെയിൽ തെളിഞ്ഞപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. ഇവിടെല്ലാം വൃത്തിയാക്കി. ഇനിയിപ്പോൾ ഈ ചപ്പയുള്ള അത് ലാസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കാൻ. നമ്മുടെ ചെത്തിയൊക്കെ അമ്മ വെട്ടി ദൂരെ കളഞ്ഞു. ഇപ്പോൾ ചെറുതായിട്ടേ നിപ്പുള്ളൂ ചെത്തിയതേ. പേരിനൊരു പൂവും നിപ്പുണ്ട്. ഇനി പൊട്ടിക്കിളുത്ത് വരുമായിരിക്കും. വേണ്ടേ കേശുവിന് വേണ്ട ആൾ വന്നു, കേശുവിൻ്റെ കൂട്ടുകാർ വന്നു.
അപ്പോൾ പരിപാടിയെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് കാണിക്കാം. എനിക്കും ഇനിയും കുറച്ച് പരിപാടി, മുറി വൃത്തിയാക്കണം, തൂത്തുവാരണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അതോടെ കഴിഞ്ഞ എല്ലാ പരിപാടിയും അവസാനിച്ചു ഇന്നത്തേത്. അപ്പം അവരുടെ പരിപാടി എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ മുഴുവൻ വൃത്തിയാക്കി. കണ്ടോ, ആദ്യം കണ്ട പോലാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ അമ്മ അവിടെ എല്ലാം നല്ലവണ്ണം പറിച്ച് വൃത്തിയാക്കി എല്ലാം നല്ല സൂപ്പറാക്കിയിട്ട് ഇവിടെ എല്ലാം ചെയ്ത്. കണ്ടോ മൊത്തം ഒരു കാന്താരി മാത്രം ഇവിടെ നിർത്തിയിട്ടുണ്ട് ഈ സൈഡിൽ. അത് ഇച്ചിരി പറക്കി കണ്ടാതെ പൂ കുത്തുന്നുള്ളതുകൊണ്ട് അത് പറിച്ച് കളഞ്ഞില്ല. ഈ സൈഡിലത്തെ നമ്മുടെ ഈ സൈഡിലെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാമ്പ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ എന്നാടി പേര് പറയുന്നത് ബോഗൻവില്ല, കള്ളാസെടി അത് മതി. പച്ചമുളക് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് കണ്ടല്ല, ഇനി ഇടയ്ക്ക് നിൽക്കുമായിരുന്നു. അതേ പൂ കുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതൊന്നും അതുകൊണ്ട് ഈ സൈഡ് ഞാൻ കളഞ്ഞില്ല. പിന്നെ നമ്മുടെ പരിയമ്പറവും കുറേ സ്ഥലമാക്കിയത് ഞാനും കൂടെ വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ ഒക്കെ കാല് പിടിച്ച് കിടന്നതല്ലേ നോക്കെ. ആ കാല് പിടിച്ച് കിടന്നപ്പോഴാണ് ചേന പോലും ഇപ്പോഴാണ് കണ്ടു കിട്ടിയത്. എല്ലാം നല്ല അടിപൊളി. ഞാൻ താഴോട്ടുള്ള മാത്രം ചെയ്തില്ല. അത് പിന്നെ താഴോട്ട് മുഴുവൻ കാട് അവിടെ എല്ലാം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പണ്ട് തൊഴിലുറപ്പിലെ ചേച്ചിമാര് വന്നൊന്ന് വൃത്തിയാക്കിയതാണ്. അവിടെ വരും. അതിന് ബാക്കി നമ്മുടെ അല്ല കേട്ടോ കാട് പിടിച്ച് കിടക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ചേർന്നതേ കണ്ടോ വെണ്ടയും കാന്താരിയും എല്ലാം നിൽപ്പുണ്ട്. അതെല്ലാം നീനെല്ലാം ഇച്ചിരി വളവില ഇട്ടുകൊള്ളു വെച്ചാൽ ഇത്രയും ദിവസം ഇതിലൊന്നും എനിക്ക് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പേടിയായിരുന്നു കുഞ്ഞിനെ കൊണ്ട്. ഇപ്പം ഇനി ഒരാഴ്ചയും കൂടെ ദൈവമുണ്ട്. ആ ഒരാഴ്ചയും കൊണ്ട് എല്ലാം ഒന്ന് അടിപൊളിയാക്കണം. ഇച്ചിരി വിത്തുകളൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് എടുത്തൊന്ന് പാകണം. ചെറിയ ചെറിയ പണികളൊക്കെ ഇനിയും കിടക്കും എനിക്ക് ചെയ്യാനായിട്ട്. അതൊക്കെ ഞാൻ ചെയ്യും. അതുകൊണ്ട് ഇന്ന് എനിക്ക് സമാധാനമായി. ഇന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് ഇതുപോലത്തെ സമാധാനങ്ങൾ ഉണ്ടാകാറുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം. സാധാരണ മനുഷ്യന് സമാധാനം വരുന്നത് അടങ്ങിയിരിക്കുമ്പോഴാണ്. ഇവിടെ ഒരാൾക്ക് സമാധാനം വരുന്നത് ശരിക്കും പണിയെടുക്കുമ്പോഴാണ്. ഇന്ന് സന്തോഷമായതല്ലേ ഇവിടെ കിടക്കുന്ന കണ്ടില്ലേ, നമുക്ക് സന്തോഷമായില്ലേ. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം. ഇന്നെല്ലാം വൃത്തിയായപ്പോൾ എനിക്ക് സമാധാനം. നാളെ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് വിചാരിച്ചിരിക്കുമായിരുന്നു. നാളെ എന്നാൽ കല്യാണത്തിന് പോകുന്നതുകൊണ്ട് അങ്ങനെ നാളത്തേടം കഴിയും. അതുകൊണ്ട് ഓരോ ദിവസം കുറേശ്ശെ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെയും കാണിക്കും. അത് നിങ്ങൾക്കറിയാവില്ല. ഞാൻ നേരത്തോട്ടെ വീഡിയോ ഇടുമ്പം തൊട്ടേ ഞാൻ എന്ത് ചെയ്താലും അതാണ് ഞങ്ങളുടെ കണ്ടന്റ്. അല്ലാതെ എനിക്ക് വേറൊന്നും എനിക്കറിയത്തില്ല. വെളിയിൽ പോയില്ല എന്താ ചെയ്യേണ്ട അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും നമുക്ക് അങ്ങ് പോകാനുള്ള സാഹചര്യമില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു അത് നിങ്ങളെ കാണിക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം.